ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു സ്പെഷ്യൽ ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഗ്രീൻ പീസും ബീട്രൂട്ടും തമ്മിൽ കുറുമയാണ്. 4-5 മണിക്കൂർ ഗ്രീൻ പീസ് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം കുക്കറിൽ വേവിച്ചെടുക്കണം. കൂടാതെ കുറച്ച് ബീട്രൂട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആ ബീട്രൂട്ട് നമുക്കിനി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് മഞ്ഞൾപ്പൊടി. അതിനുശേഷം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കുക്കറിൽ വേവിക്കാൻ വെക്കാം. ഇതിനുശേഷം കുറച്ച് സവാള കട്ട് ചെയ്തെടുക്കാനുണ്ട്. സവാള പൊടിയായി അരിഞ്ഞ ശേഷം അതിലേക്ക് അതിൻ്റെ കൂടെ പച്ചമുളക്, ഇഞ്ചി ഇവ മുറിച്ചെടുക്കണം. കൂടാതെ വെളുത്തുള്ളി ചെറുതായി പൊടിയായിട്ട് അരിഞ്ഞു കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി ക്രഷ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറിൽ ഈ നമ്മുടെ മുറിച്ചിട്ട സാധനങ്ങളൊക്കെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. സവാള കുറച്ച് മാത്രമേ എടുത്തുള്ളൂ, ബാക്കി നമുക്ക് ആവശ്യമുണ്ട്. ഇതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം, ജീരകം, ഒരു ഏലക്ക കഷ്ണം, കുറച്ച് തേങ്ങ ഇവയിലോട്ട് മിക്സിയിൽ നന്നായിട്ട് ക്രഷ് ചെയ്യുക. അതിനുശേഷം ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീഞ്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഇത് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് കറിവേപ്പില ഇട്ടുക. ബാക്കി വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് ഇളക്കുക, ഇത് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിന് കൂടാതെ തക്കാളി പിന്നീട് ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി തക്കാളി അരിഞ്ഞെടുക്കുക. ഈ മൂപ്പിച്ച ഇതിലേക്ക് നമ്മൾ അരപ്പ് ഇതിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ഇട്ട് നന്നായി ഇളക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച തക്കാളി ഇട്ട് കൊടുക്കുക. അത് ഒന്ന് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന കുക്കറിൽ വെച്ച് അത് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബീട്രൂട്ടും ഗ്രീൻ പീസും വേവിച്ച് അതിലത്തെ വെള്ളം നമ്മൾ ഊറ്റിയടിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം മൊത്തമായിട്ടും അതിലേക്ക് ചീഞ്ചട്ടിയിലേക്ക് പകരുക. ഇനി ഒരു ഗ്ലാസ്സിൽ ആ ബീട്രൂട്ട് വെള്ളത്തിലേക്ക് ഒരു സ്പൂണ് കോൺഫ്ലവർ ഇട്ട് നന്നായി ഇളക്കിയ ശേഷം അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കസ്തൂരി മേത്തി മുകളിലേക്ക് കൂടെ ഇടുക. കുറച്ച് നെയ്യ് ഇതിൻ്റെ ആവശ്യം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് ഇടുക. ഇത് നന്നായ ടേസ്റ്റ് ഉണ്ടാവും. നന്നായിട്ട് ഇളക്കിയ ശേഷം 2 മിനിറ്റ് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യുക. അതിനുശേഷം നമുക്കിതൊരു ബൗളിലേക്ക് പകർന്ന് നൽകേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് കരിവേപ്പില വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ മല്ലിച്ചപ്പ് ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഇതിവിടെ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്കും മറ്റ് ദോശയ്ക്കും ഇതിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നല്ല കറിയാണ്. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ നല്ല കറികളായിട്ട് ഇനിയും വരുന്നതാണ്. താങ്ക് യു.